നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ക്ലാസ് ആണ്. അപ്പൊ ക്ലാസ് കണ്ട് പഠിച്ചിട്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതുപോലെ ടെലഗ്രാമിൽ പോയിട്ട് ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന PSC പരീക്ഷകൾക്കായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ അടക്കം ഡെയിലി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. കോഴ്സുകളുടെ ഫുൾ സിലബസ് കവറേജ് ആണ്. ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK ഇത്രയും അവൈലബിൾ ആണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ചാറ്റ് ഓപ്ഷൻ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കോഴ്സുകൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി PSC വിളിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷ കമ്പനി LGS, VFA, ബെക്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. നേരത്തെ തുടങ്ങിയാൽ ചിട്ടയായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, പിന്നെ ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് അവൈലബിൾ ആണ്. ഇനിയും കുറെ ബാച്ച് കോഴ്സുകൾ വരാനിരിക്കുന്നു. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഫാക്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്നും ലഭിച്ചത് ആർക്ക്? നിങ്ങളുടെ ഒട്ടുമിക്ക ആൾക്കാരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ രചയിതാവിന് തന്നെയാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ആ പുസ്തകത്തിന് തന്നെയാണ് ഈ പുരസ്കാരം ലഭിച്ചത്. വ്യക്തിയുടെ പേരെന്താണ്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. അപ്പോ ഈ പുസ്തകത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, അഖിൽ പി ധർമ്മജന്റെ മറ്റു കുറച്ച് പുസ്തകങ്ങളുടെ പേര് കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ഓജോ ബോർഡ്. ഓജോ ബോർഡ് ആരുടെ പുസ്തകമാണ്? അഖിൽ പി ധർമ്മജൻ. മെർക്കുറി ഐലൻഡ് ആരുടെ പുസ്തകമാണ്? അഖിൽ പി ധർമ്മജൻ. രാത്രി 12 ശേഷം ആരുടെ പുസ്തകമാണ്? അഖിൽ പി ധർമ്മജൻ. ഇതിന്റെ കൂടെ ഓർത്തിരിക്കാനുള്ള ഒരു പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമി 2025 ബാലസാഹിത്യ പുരസ്കാര ജേതാവ് ആര്? ശ്രീജിത്ത് മൂത്തേടത്ത്. ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? പെൻഗിനുകളുടെ വൻകര. പെൻഗിനുകളുടെ വൻകര എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നോക്കാം, 2025 യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്ക്? അഖിൽ പി ധർമ്മജൻ. റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ ഏതൊക്കെ? ഓജോ ബോർഡ്, മെർക്കുറി ഐലൻഡ്, രാത്രി 12 ശേഷം മുതലായവ അഖിൽ പി ധർമ്മജൻ എന്ന യുവ എഴുത്തുകാരന്റെ കൃതികളാണ്. ശ്രീജിത്ത് മൂത്തേടത്തിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മൂത്തേടത്ത്. കൃതി ഏതാ? പെൻഗിനുകളുടെ വൻകര. അടുത്ത ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. വയോജനങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി വയോജന കമ്മീഷൻ ആദ്യമായി സ്ഥാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. കേരളമാണ് വയോജനങ്ങളുടെ പരിരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടി വയോജന കമ്മീഷൻ ആദ്യമായി ആരംഭിച്ചത്. നോക്കാം, IQ എയർ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? ബഹാമസ് ആണ്. ബഹാമസ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് റിപ്പോർട്ടിൽ IQ എയറിന്റേതാണ് ഏറ്റവും നല്ല വായു ഗുണനിലവാരം ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയത് ബഹാമസ് ആണെന്ന് ഓർക്കുക. കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരളത്തിലെ ആദ്യത്തെ ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവകലാശാല പദവി ലഭിച്ചു. ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവകലാശാല ഏതാണ്? കുസാറ്റ്. കുസാറ്റിന്റെ ഫുൾ ഫോം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. കേരളത്തിൽ നിന്നും ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവകലാശാല പദവി ലഭിച്ചത് കുസാറ്റിനാണ്. ഓക്കെ, അടുത്ത ഫാക്ട്,
മെറ്റയുടെ MD ആയി അടുത്തിടെ നിയമിതനായത് ആര്? അരുൺ ശ്രീനിവാസ് ആണ്. മെറ്റയുടെ മാനേജിംഗ് ഡയറക്ടർ മാത്രമല്ല, ഇന്ത്യയുടെ മേധാവി കൂടിയാണ് ആര്? അരുൺ ശ്രീനിവാസ്. അപ്പൊ മെറ്റയുടെ ഇന്ത്യൻ മേധാവിയും പിന്നെ മാനേജിംഗ് ഡയറക്ടറും ആര് തന്നെയാണ്? അരുൺ ശ്രീനിവാസ് ആണ്. അരുൺ ശ്രീനിവാസ്. ബ്രിക്സിന്റെ പങ്കാളി രാജ്യമായി അടുത്തിടെ ഔദ്യോഗികമായി എൻട്രി ചെയ്ത രാജ്യമാണ് വിയറ്റ്നാം. പങ്കാളി രാജ്യമാണ്. പങ്കാളി രാജ്യങ്ങൾ ഒരു 10 രാജ്യങ്ങളുണ്ട്. 10ാമത്തെ രാജ്യമായിട്ടാണ് വിയറ്റ്നാം ജോയിൻ ചെയ്തിരിക്കുന്നത്. ബൊളീവിയ, ബെലാറസ്, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട മുതലായ കുറച്ച് രാജ്യങ്ങൾ പങ്കാളി രാജ്യങ്ങൾ. ഈ ബ്രിക്സിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. ബ്രിക്സിൽ വേറെയും കുറച്ച് ആൾക്കാർ കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇത് പങ്കാളി രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ബൊളീവിയ, ബെലാറസ്, മലേഷ്യ, നൈജീരിയ, തായ്ലൻഡ്, ഉഗാണ്ട മുതലായ രാജ്യങ്ങളുടെ പട്ടികയിൽ 10ാമത്തെ രാജ്യമായിട്ട് ആരും ഇപ്പൊ കയറി? വിയറ്റ്നാമും കയറി. ഓർക്കുക, വിയറ്റ്നാം. 2026 ഫുട്ബോൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ജപ്പാനാണ് 2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ യോഗ്യത നേടിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം. രാജ്യത്ത് 70 വയസ്സ് പൂർത്തിയായവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി വയവന്ദന യോജനയാണ്. അപ്പൊ ഇവിടെ ചോദിക്കാം, ഏജ് ലിമിറ്റ് 70 വയസ്സാണ്. 70 വയസ്സ് പൂർത്തിയായവർക്കാണ് ഏത് ഇൻഷുറൻസിൽ യോഗ്യതയുള്ളത്? പ്രധാനമന്ത്രി വയവന്ദന യോജന, PMVVY ആണ്. പ്രധാനമന്ത്രി വയവന്ദന യോജന. PMMVY ഉണ്ട്, അതെന്തുവാ? PMMVY, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. മാതൃവന്ദന യോജന അതായത് അമ്മമാർക്ക്, ഗർഭിണികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇത് PMVVY ആണ്, വയവന്ദന യോജന. ഇന്ത്യയിലെ ആദ്യത്തെ AI സർവകലാശാല സ്ഥാപിതമാകുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവകലാശാല നിയമിതമാകുന്നത്. അടുത്തതൊരു പുസ്തകമാണ് ജസീന്ത ആർഡേന്റെ പുസ്തകം. ആരാണ് ജസീന്ത ആർഡേൻ? ന്യൂസിലൻഡിന്റെ മുൻ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി, പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. ആരാണ്? ജസീന്ത ആർഡേൻ ആണ്. ജസീന്ത ആർഡേന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ. എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്നത് ജസീന്ത ആർഡേന്റെ പുസ്തകമാണെന്ന് ഓർക്കുക. UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം, ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി പരിപാടിയാണ്. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? UNEPയുടെ 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലാണ്. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിന്റെ ഈ പരിസ്ഥിതി മേഖലയിലുള്ള ആജീവനാന്ത കോൺട്രിബ്യൂഷന്, അല്ലെങ്കിൽ ആജീവനാന്ത കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവനകൾക്കാണ് എന്ത് നൽകിയത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകിയത്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ബേ ഓഫ് ബംഗാളിൽ ഉടലെടുത്ത ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. അപ്പോ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ്, അടുത്തിടെ വീശിയ ചുഴലിക്കാറ്റ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. ഈ ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന് നാമകരണം നൽകിയ രാജ്യം ഏത്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. സൗരോർജത്തിൽ പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന, അതായത് എല്ലാ കാര്യങ്ങളും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു ആണ്. പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ദിയു ആണ്. ദിയു, കേന്ദ്രഭരണ പ്രദേശം ദിയു. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കുക. 2025 യുവ സാഹിത്യ പുരസ്കാരം അഖിൽ P ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൻഗിനുകളുടെ വൻകര ഈ കൃതിക്കാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. വയോജന കമ്മീഷൻ കേരളമാണ് രൂപീകരിക്കാൻ തീരുമാനിച്ചത്. IQ Air 2024 വേൾഡ് എയർ ക്വാളിറ്റി മികച്ച വായു നിലവാരമുള്ളത് ബഹാമസ്.
ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പദവി ലഭിച്ച സർവകലാശാല കുസാറ്റ്. മെറ്റയുടെ MD-യും ഇന്ത്യയുടെ മേധാവിയും അരുൺ ശ്രീനിവാസ്. ബ്രിക്സിന്റെ പങ്കാളി രാജ്യമായിട്ട് അടുത്തിടെ ഔദ്യോഗികമായി എൻട്രി കിട്ടിയത് ആർക്കാണ്? വിയറ്റ്നാമിനാണ്. 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് ഫസ്റ്റ്, അതായത് യോഗ്യത നേടിയ ഫസ്റ്റ് ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. 70 വയസ്സ് പൂർത്തിയായവർക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണ്? PMVVY, പ്രധാനമന്ത്രി വയവന്ദന യോജന. ആദ്യ AI സർവകലാശാല മഹാരാഷ്ട്രയിലാണ് സ്ഥാപിതമാകുന്നത്. ജസീന്ത ആർഡേന്റെ പുസ്തകം എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ. UNEP 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം മാധവ് ഗാഡ്ഗിലിനാണ് ലഭിച്ചത്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വൻ നാശനഷ്ടമുണ്ടാക്കിയ ചുഴലിക്കാറ്റാണ്. ഇതിന് പേര് നൽകിയത് സൗദി അറേബ്യ. എവിടെ നിന്ന് രൂപപ്പെട്ടതാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടതാണ്. സൗരോർജം ദിയു ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടെലഗ്രാം ചാനൽ മസ്റ്റ് ആയിട്ടും ജോയിൻ ചെയ്തോളൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ എല്ലാം നടന്നു വരികയാണ്. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വളരെ ബേസ് ലെവൽ തൊട്ടുള്ള ക്ലാസ്സുകളാണ്. ബിഗിനർ ആണെങ്കിൽ കൂടി, അല്ലെങ്കിൽ നിങ്ങൾ എത്ര നാളായിട്ട് PSC പഠിക്കുന്ന ആളാണെങ്കിൽ കൂടി കയറി വന്നോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.